പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത് പുത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും അങ്ങനെ വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാനിന്ന് പ്ലാത്ത് എന്ന് പറയുന്നൊരു ഗ്രാമത്തിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാമമല്ല ലക്ഷ്യം, അതിന് തൊട്ടടുത്തായിട്ട് ഒരു സ്വർണ്ണവേട്ട നടന്നൊരു കുഴിയുണ്ട് കേട്ടോ. പണ്ട് ഈ വനം വകുപ്പൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ഈ സ്വർണ്ണം ഉണ്ടല്ലോ, സ്വർണ്ണമൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തൊരു കുഴിയുണ്ട് അവിടെ. അപ്പോൾ അതൊരു ഉൾവനത്തിലാണ്. അപ്പോൾ ഈ ഒരു ഉൾവനത്തിലൂടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. നമ്മളിതിനു മുമ്പ് ഈ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോസ് ചെയ്തതാണ്. എന്നിരുന്നാലും നമ്മൾ ഒരിക്കൽ കൂടെ നമ്മുടെ ഗോപ്രോൻ്റെ പുതിയ വിഷ്വൽസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ കാണുക, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ്. പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ ഇതാ മൂട്ടിപ്പുഴ ഇരിപ്പുണ്ട്, അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കുക, വീഡിയോയ്ക്ക് താഴെയുള്ള നമ്പറിൽ മൂട്ടിപ്പുഴ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോകുന്ന വഴിയിൽ കുറച്ച് മൂട്ടിപ്പഴമൊക്കെ പഴുത്തിരിപ്പുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തന്നാൽ മതി, നമ്മൾ കൊറിയറായിട്ട് ഈ സാധനം അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പോകുന്ന വഴികളുടെ ഭംഗിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാ ഒരു മനോഹരമായിട്ടുള്ള പാറയും, പിന്നെ ഇതാ പാറയ്ക്ക് സൈഡിലൂടെ ഇങ്ങോട്ടാണ് വഴി കേട്ടോ. അടിപൊളിയല്ലേ? ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പാറയാണ്. അപ്പോൾ ഇതിനടിയിലൊക്കെ നമ്മുടെ ഈ പുലി ഉണ്ടല്ലോ, പുലിയൊക്കെ വന്ന് ഇരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഈ ഒരു പാറയ്ക്ക് അടിയിലൊക്കെ വരുമ്പോൾ പുലിയുടെ കാൽപ്പാടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി ഈ മുന്നിലൂടെയുള്ള വഴിയാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞു യാത്ര അങ്ങനെ ഇന്നങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഞാനങ്ങനെ പ്ലാത്ത് ലക്ഷ്യമാക്കിയിട്ടുള്ള ഇങ്ങനെ യാത്രയിലാണ്. അപ്പോൾ പുത്തോടുന്ന്, അതായത് എൻ്റെ ഊരിൽ നിന്നും പ്ലാത്ത് വരെ ഏകദേശം ഒരു 3.5 കിലോമീറ്ററോളം യാത്രയുണ്ട് വനത്തിനുള്ളിലൂടെ പോകാനായിട്ട്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് പ്ലാത്ത് വരെ പോകാനായിട്ട് പേടിയൊന്നുമില്ല. പിന്നെ ഈ മഴയൊക്കെ അടിക്കുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു പേടിയുണ്ടാകും. പോകുന്ന വഴിയിൽ ഇതാ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഭാഗങ്ങളിലൊക്കെ നല്ല മരക്കൂട്ടങ്ങളും അതുപോലെ ഒരുപാട് പാറാക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നമുക്കെന്തായാലും പോകേണ്ട വഴി മുന്നിലൂടെ ആയതുകൊണ്ട് നമുക്ക് പതിയെ ഇതിലൂടെ തന്നെ മുന്നിലേക്ക് നടക്കാം. ഇവിടെ നിന്നൊരു കുഞ്ഞു വഴിയുണ്ട്, അത് കഴിഞ്ഞ് ഇവിടെ നിന്നൊരു വഴിയുണ്ട്, പിന്നെ പിറകിലൊന്ന് വേറൊരു വഴിയുണ്ട്. ഞാൻ വേറൊരു വഴി കൂടെയാണ് വന്നത്. അപ്പോൾ ആ 2 വഴികളും കൂടെ വന്ന് മുട്ടിയിട്ട് ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇതിലെയാണ് നമുക്ക് മുന്നിലേക്ക് പോകേണ്ടത്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ആനകുത്തി പോങ്ങുമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ തൊട്ട് താഴെ ഒരു പോങ് എന്ന് പറഞ്ഞൊരു മരം ഉണ്ടായിരുന്നു. അതിൽ പണ്ട് ഇങ്ങനെ ആന വന്ന് കുത്തി, അങ്ങനെ പിന്നെ ഈ ഒരു സ്ഥലത്തിന് ആനകുത്തിയ പോങ്ങുമൂട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ റോഡ് മാർഗം നമുക്ക് മുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലം വഴി എൻ്റെ ഊരിലേക്ക് എത്തുന്നൊരു വഴിയുണ്ട്. അപ്പോൾ ആ ഒരു വഴിയിലൂടെയാണ് പണ്ട് പ്ലാത്ത്, എറുമ്പ്യാട് എന്ന് പറയുന്ന ഊരുകളിലേക്കുള്ളവരൊക്കെ യാത്ര ചെയ്തതും കോട്ടൂരിലേക്ക് പോയിക്കൊണ്ടിരുന്നതും. അപ്പം അന്ന് ഈ കാണുന്ന സ്ഥലം വരെ വണ്ടി വരുമായിരുന്നു. ഇവിടെ ജണ്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ വണ്ടി വരുമായിരുന്നു ഈ ഭാഗത്ത്. അപ്പോൾ പിന്നെ ഇവർക്ക് ഇവിടെ വരുന്നതിനെക്കാട്ടിലും അപ്പുറത്തുകൂടെ റോഡ് വന്നു കഴിഞ്ഞാൽ പ്ലാത്ത് ഊരിലൊക്കെ ഉള്ളവർക്ക് അവരുടെ ഊരിലേക്ക് എത്തുന്ന എളുപ്പമായിരുന്നു. അങ്ങനെ അതിലേ കൂടെ ഒരു പുതിയ റോഡായപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ ആരും വരാതായി. അന്ന് വെട്ടിയൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ തിരിക്കാനും അങ്ങനെ അതിൻ്റെയൊക്കെ എത്തത്തിന് വേണ്ടിയിട്ട് വെട്ടിയിട്ടതാണ് ഈ ഭാഗത്ത് ഒരു നിരപ്പെല്ലാം. ഇവിടെ നിന്ന് കുറച്ച് താഴെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പുത്തോട് കമ്മ്യൂണിറ്റി ഹാളുള്ള സ്ഥലമായി. ഇപ്പം നിലവിൽ ഈ റോഡൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വഴിയുണ്ട്, നടവഴിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നടവഴിയിലൂടെയാണ് നമ്മൾ പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ എറുമ്പ്യാട്, പ്ലാത്ത് എന്ന് പറയുന്ന ഗ്രാമങ്ങളിൽ ലക്ഷ്യമാക്കിയിട്ട് എൻ്റെ യാത്ര അങ്ങനെ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് പ്ലാത്ത് വരെ എത്താനായിട്ടുള്ള ദൂരമെന്ന് പറയുന്നത്. പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം ഇങ്ങനെ വെട്ടിത്തെളിച്ചിട്ടിട്ടുണ്ട് 2 വഴിയും. ഇത് വനം വകുപ്പ് അങ്ങനെ വെട്ടിത്തെളിച്ചിട്ടുള്ളതല്ല. ഇത് ഈ എറുമ്പ്യാടും പ്ലാത്തൊക്കെ ഊരിലുള്ളവർ നമ്മുടെ ഊരിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിച്ചിട്ടതാണ് ഈ കാണുന്ന വഴിയെന്ന് പറയുന്നത്. കാരണം നമുക്ക് ദൂരം കൂടി എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് കാണാൻ പറ്റും. ഇങ്ങനെ വഴി അത്യാവശ്യം ദൂരത്തോടെ ഇങ്ങനെ വെട്ടിത്തെളിച്ചിടാൻ വഴി അങ്ങനെ വെട്ടിത്തെളിച്ചിട്ടിട്ടുള്ളതാണ്. കാട്ടിലെ കിളികളുടെയൊക്കെ ഒന്ന് ശബ്ദം ഒന്ന് കേട്ടോണേ.
ഈ ഭാഗങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ആനത്താരകളും അതുപോലെ കാട്ടുപോത്തിൻ്റെ താരകളൊക്കെയാണ്. ആനകൾ വരുമ്പോൾ ഒന്നെങ്കിൽ ഈ താഴെ കാട്ടിൽ നിൽക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിൽക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല. പലപ്പോഴും ഇങ്ങനെ ഉച്ചയ്ക്കും രാവിലെയൊക്കെ നമ്മൾ പോകുമ്പോൾ ആന പോകത്തില്ല, തിരിച്ചു വരുമ്പോൾ ആന ഇറങ്ങിപ്പോയതായിട്ടൊക്കെ കാണാം. അപ്പോൾ ഒരു പ്രശ്നവും നമുക്ക് സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇറുമ്പിയാടിലേക്ക് നടക്കാം. എന്തൊക്കെയോ കിളികളൊക്കെ ഇങ്ങനെ നടന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. മഴ പെയ്തതിന് ശേഷം ഇങ്ങനെ വേനലടിക്കുകയല്ലേ, അപ്പോൾ കിളികളൊക്കെ ഇങ്ങനെ ഇറങ്ങും. ഒന്ന് കേൾപ്പിച്ച് തരാവേ, കേട്ടോണേ. കഴിഞ്ഞ ദിവസത്തെ കാറ്റ് നമ്മുടെ ഭാഗത്ത് അടിച്ചിട്ടുള്ളതുപോലെ ഇവിടെ അത്രയ്ക്ക് അടിച്ചില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ കേബിളിൻ്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും മരങ്ങളൊക്കെ വീണ് കേബിളൊക്കെ ബ്ലോക്കായി കിടന്നു. എന്നാലും ആ ഭാഗത്തൊരു ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് കറണ്ട് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഊരുകളിലേക്കൊക്കെ കറണ്ട് വന്നിരുന്ന സമയത്ത് അന്ന് റോഡ് മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ റൂട്ട് വഴിയാണ് കറണ്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ കൂടെ തന്നെ ഇങ്ങനെ തോളിനെടുത്തിട്ടാണ് മറ്റേ നമ്മുടെ ഈ തേക്കിൻ്റെ പോസ്റ്റുകളിട്ട് അങ്ങനെയാണ് ഇറുമ്പിയാട് കറണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇറുമ്പിയാടും അതുപോലെ പ്ലാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കും. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാത്ത് ഇറുമ്പിയാട് ഊരുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കാടിനുള്ളിലൂടെ നമ്മൾ നടന്ന് അങ്ങനെ ഇറുമ്പിയാട് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രാമത്തിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇറുമ്പിയാട് ഗ്രാമത്തിൻ്റെ വീഡിയോസ് കാണാത്തവർക്ക് ഇറുമ്പിയാട് ഊരിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കിടപ്പുണ്ട്. അപ്പോൾ അത് കയറി കാണാൻ ശ്രമിക്കുക. വഴിയിലിതാ കുറച്ച് മരങ്ങൾ വീണ് കേബിളൊക്കെ ഇവിടെ കൂടെയാണ് കിടക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തോന്നുന്നു. അപ്പോൾ അതിനകത്തൂടെ ഇങ്ങനെ നമുക്ക് പോകണം. എന്ത് ഫീല്, നല്ല രസം കേട്ടോ അതിനകത്തൂടെ ഇങ്ങനെ വരാൻ വേണ്ടി. അതിലേ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ആൾക്കാരുടെ കൃഷിവിളകൾ തുടങ്ങുകയാണ്. ഇവിടെ അങ്ങ് താഴെയാണ് മൂന്നുമുക്ക് എന്ന് പറയുന്നൊരു സെറ്റിൽമെൻ്റ് ഉള്ളത്. അപ്പോൾ അവരുടെയൊക്കെ കൃഷിവിളകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ അടിപൊളി ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നിലേക്ക് യാത്ര ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകുന്തോറും കൂടുതലും ആ മലകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കുറേ കൂടെ അങ്ങ് മുന്നിലോട്ട് നടക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇറുമ്പിയാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറുമ്പിയാട് ആൾക്കാരുടെ കൃഷിയിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കാടാണെങ്കിൽ ഇതിനകത്ത് കുരുമുളക്, മഞ്ഞൾ അങ്ങനെയുള്ള കൃഷികളൊക്കെ അത്യാവശ്യം ഉണ്ട്. കാണുന്ന ഭാഗങ്ങളെല്ലാം പണ്ട് മുതലേ ആൾത്താമസമുള്ളൊരു ഏരിയകളാണ്. ഞാൻ മുന്നോട്ട് പോയിട്ട് അങ്ങോട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ പ്ലാവിൽ ചക്കയൊക്കെ ഉണ്ടായി ഇങ്ങനെ നിൽക്കുകയാണ്. കുറേയൊക്കെ കുരങ്ങനൊക്കെ തിന്നെന്ന് തോന്നുന്നു. നമ്മളിതാ കുറേ ഇങ്ങ് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മുന്നിലേക്ക് കൂടെയാണ് യാത്ര ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇവിടെ BSNL പുതിയ മൊബൈൽ ടവർ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ. അതാ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മൊബൈൽ ടവർ BSNLൻ്റെ. BSNL എല്ലാ ഉൾഗ്രാമങ്ങളിലേക്കും മൊബൈൽ ടവറുകൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും വച്ചിട്ടുണ്ട് ഇറുമ്പിയാട്. നമ്മുടെ ഊരിലില്ല കേട്ടോ മൊബൈൽ ടവർ. ഈ കാണുന്നതൊക്കെ ഇറുമ്പിയാടിലെ കുഞ്ഞു വീടുകളാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് വീടൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനത്തെ വീട്ടിലാണ് കേട്ടോ കിടക്കുന്നത് ഇപ്പോഴും. ഇത് പ്ലാത്ത് സെറ്റിൽമെൻറ്റിലുള്ളവരുടെ കൃഷിയിടങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പ്ലാത്തിനകത്ത് കയറി വീഡിയോസ് എടുക്കുന്നില്ല. നമ്മൾ നേരെ ആനക്കുഴി വല്ലിയിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. പ്ലാത്ത് സെറ്റിൽമെൻറ്റിനുള്ളിലെ കാഴ്ചകളാണ്. നമ്മൾ വീടിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് ആനക്കുഴി വല്ലിയിലേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല. കാണുന്ന പ്രദേശത്ത് ഒരുപാട് കവുങ്ങ് കൃഷി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ കാട്ടാന ഉണ്ടല്ലോ, കാട്ടാന നശിപ്പിച്ചതാണ് ഈ ഭാഗത്തുള്ള മൊത്തം കൃഷികൾ. അപ്പോൾ ഞാൻ കൂടുതൽ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കാട്ടാന ഒന്ന് തള്ളിയിട്ടിരിക്കുന്നതാണ്. ഇവിടെ മുമ്പൊക്കെ നമ്മൾ ആമല എന്ന് പറയുന്ന ഉൾഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കമ്മുകളും കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊന്നുമില്ല കേട്ടോ, എല്ലാം ഈ കാട്ടാനൊന്നും തള്ളി. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുന്നിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഒരു ശകലം എന്താ ഇവിടെയൊക്കെ ഉള്ളൂ. ഇത്രയും ദൂരം കഴിഞ്ഞാൽ പിന്നെ പ്ലാത്തുള്ളവരുടെ കൃഷിവിളയൊക്കെ അങ്ങനെ തീരുകയാണ്. പിന്നെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം, ഒരു 300 മീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ആനക്കുഴി വല്ലിയിലെത്താൻ കേട്ടോ. അപ്പം നമ്മൾ പ്ലാത്ത് സെറ്റിൽമെൻറ്റിനകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ വീടുകളും ഇതൊക്കെയുള്ള വഴിയിലൂടെയല്ല കേട്ടോ നമ്മൾ വന്നത്.
നമ്മൾ വേറൊരു വഴി കൂടെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയെല്ലാം വനം വകുപ്പ് അളന്നു കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിലേ കൂടെയാണ് കേട്ടോ പോകുന്നത്. ഇതിലെ കുറച്ചങ്ങ് മുന്നിലേക്ക് പോകുമ്പോൾ ഈ ഒരു നിത്യഹരിത വനങ്ങളായിട്ടുള്ള കാടുകൾ തീരും. അത് കഴിഞ്ഞാണ് ഈ ആനക്കുഴി വള്ളി തുടങ്ങുന്നത്. നമ്മൾ നിൽക്കുന്ന ഇവിടെ നിന്ന് തൊട്ട് മുന്നിൽ എന്താ ഈ ടാർപ്പായൊക്കെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവർ വേലിക്ക് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്നതാണ്. പ്ലാത്ത് അതുപോലെ ഇറമ്പിയാട് സെറ്റിൽമെൻറ്റിലൊക്കെ ഉള്ളവരുടെ കൃഷികളായതുകൊണ്ട് തന്നെ ഇതാ ഇവിടെ കൂടെയാണ് അതിർത്തി. ഇതാ ഈ കാണുന്ന ടാർപ്പായുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ അതിർത്തി. ഇതിനപ്പുറം വനമാണ്, ഇതിനകത്ത് ഇവരുടെ കൃഷിവിളയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വഴിയുണ്ടല്ലോ, ഇതിലേ നമുക്ക് പോയി കഴിഞ്ഞാൽ ആമല പോകാൻ പറ്റും. അപ്പോൾ ആമല പോകുന്ന വഴിയുടെ അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വർണ്ണഖനി എന്ന് പറയുന്നത്. നമുക്കെന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. പിന്നെ അതുമല്ല ഈ കാട്ടാനകൾ ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ നമ്മൾ പോകുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴിയൊക്കെ നോക്കി പതിയെയാണ് ഇങ്ങോട്ടുള്ള യാത്ര ചെയ്യുന്നത്. ഞാൻ ഒരു സ്ഥലം ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പ് ഇതിലേക്ക് എപ്പോഴും ആമലയിലേക്ക് ആൾക്കാർ പോകുമായിരുന്നു. അപ്പോൾ ഇന്നാൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ആനക്കൊള്ളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പതിയെ സൈഡൊക്കെ നോക്കി കാട്ടിലൂടെ നമ്മൾ പോകുമ്പം 2 സൈഡും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇതിനപ്പുറം പച്ച കാടുകളാണ്, നിത്യഹരിത വനങ്ങളാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലോട്ട് തൊട്ട് പിന്നെ അതാ പുല്ല് കാടുകൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുല്ല് കാട് നമുക്ക് മുന്നിലേക്ക് നടന്ന് വേണം കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം. കഴിഞ്ഞ മാസത്തെ ആനക്കൊള്ളയൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇത്രത്തോളം കാട്ടിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അതോടൊപ്പം ഇതിന് സൈഡിലുള്ള ഈ ഒരു സ്വർണ്ണം വെട്ടിയ കുഴിയും ഒക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. നമ്മളിതാ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നൊരു 1.5 ആഴ്ചയോളം പഴക്കമുള്ളതാണ്. ഇതുണ്ട് ഈ കാണുന്ന ആനക്കൊള്ളകൾ. അതുണ്ടോ കാണിച്ചു തരാം. കൈ കിടക്കുന്നതൊക്കെ ആനപ്പിണ്ടങ്ങളാണ്. ഇതുണ്ടോ, ഇതെല്ലാം ആനപ്പിണ്ടങ്ങളാണ്. ആന വന്ന് നിന്നതിൻ്റെ സാന്നിധ്യം നമുക്കറിയാൻ പറ്റും. കണ്ടോ ഈ ഭാഗത്ത് കണ്ട് ഇതെല്ലാം ആന ഇങ്ങനെ വന്ന് നിന്നതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മഴ പെയ്ത ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു. കണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ ആന വന്നതിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എല്ലാം ഇതാ മൊത്തം കിടക്കുന്നത് ആനപ്പിണ്ടങ്ങളാണ്. ആനയുടെ സാന്നിധ്യം ഉള്ളതായിട്ട് കാണുന്നൊരു സ്ഥലം ഇവിടെയാണ്. അവിടെ ആന വന്നിട്ടുള്ളതായിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ കൂടെ ആനയുടെ ഒരു കുഞ്ഞ് താര പോലെ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ആനക്കുഴി വല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും. നമ്മൾ പറഞ്ഞ ആ ഒരു വൈഡൂര്യം വെട്ടിയെടുത്ത കുഴിയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആ ഒരു വൈഡൂര്യ കുഴി തേടിയിട്ടാണ് ഇനി താഴെ പോയിട്ടുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഇറമ്പിയാട് അതുപോലെ പ്ലാത്ത് എന്നിങ്ങനെയുള്ള 2 ട്രൈബൽ ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആനക്കുഴി വല്ലിയിൽ എത്തിയത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നാൾ എടുത്തതാണ് ഇറമ്പിയാട് എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. പിന്നെ അതാണ് ഇപ്രാവശ്യം നമ്മൾ കൂടുതലായിട്ട് ഇറമ്പിയാടും പ്ലാത്തിൻ്റെയും നമ്മൾ കാഴ്ചകൾ കൂടുതലായിട്ട് എടുക്കാത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ആനക്കുഴി വല്ലിയാണ്. അപ്പോൾ അത് തൊട്ട് പിറകിലാണ് ആനക്കുഴി വല്ലി. ഇതാണ് സെയിം സ്ഥലം. പക്ഷേ ആ ഒരു സ്വർണ്ണം വെട്ടിയ കുഴിയൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അത് നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോഴും ഈ ഒരു സമയത്ത് ആ ഒരു സ്ഥലം കാണാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം പണ്ട് യൂട്യൂബ് റീച്ച് കൊടുക്കുന്നത് പോലെയല്ല ഇപ്പം നമുക്ക് റീച്ച് കൊടുക്കുന്നത്. അപ്പം അന്നിടുന്ന വീഡിയോസ് ഒരുപാട് ആൾക്കാരിലേക്കൊന്നും എത്തത്തില്ല. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ പിന്നെയും ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ പ്ലാത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പ്ലാത്ത് ഇറമ്പിയാട് ഈ ഒരു 2 ഗ്രാമങ്ങളുടെ നടുവിൽ കൂടെയാണ് 2 വൈൽഡ് ലൈഫ് സാഞ്ചുറികളുടെ അതിർത്തി പോകുന്നത്. നമ്മൾ ഇറമ്പിയാട് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് വന്ന ആ ഒരു ഭാഗമെല്ലാം പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടതാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു കുഞ്ഞ് ഷെഡൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കണ്ടതിന് ശേഷം നമുക്ക് നമ്മൾ പറഞ്ഞ ആ ഒരു സ്വർണ്ണം വെട്ടിയ കുഴിയുടെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് അത്യാവശ്യം ഫയൽ റെയിനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക്
പോകേണ്ടതെന്ന് പറയുന്നത് ആദ്യം നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ആദ്യം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എന്ത് രസമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നോക്കിയേ. ഇവിടെ ഈ കാണുന്നൊരു ഷെഡെന്ന് പറയുന്നത് നമ്മുടെ വനം വകുപ്പിൻ്റെ പണ്ടത്തെ ഒരു വാച്ച് ടവറായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയറൊക്കെ, അതായത് തീയൊക്കെ കത്തുന്ന സമയത്ത് ഒരുപാട് ദൂരത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, തീ കത്തുന്നതിൻ്റെ സാന്നിധ്യമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വനത്തിനുള്ളിൽ ഫയർ വാച്ചർമാരെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ആ ഒരു സമയത്ത് ഫയർ വാച്ചർമാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഷെഡായിരുന്നു. പിന്നെ അത് എന്തോ ഇതൊക്കെ ആയിട്ട് പൊളിഞ്ഞു പോയതാണ്. ഇവിടെ ആനക്കുഴി വല്ലി എന്ന് പറയുന്നത് പോലെ തന്നെ ഭയങ്കര ആനശല്യം കൂടുതലുമാണ് ഈ ഒരു പ്രദേശത്തിന്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുന്നിലൊരു പുൽമേട് കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ ഒരുപാട് ദിവസം മുമ്പ് നമ്മൾ യാത്ര ചെയ്ത അഗസ്ത്യർകൂടത്തിന് താഴെയുള്ള നമ്മുടെ തോട്ടപ്പുല്ലെന്ന് പറയുന്ന ആ ഒരു പുൽ പ്രദേശം. ഓക്കെ, ആ ഒരു പ്രദേശമാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മളന്ന് യാത്ര ചെയ്ത് പോയതാണ് ആ ഒരു ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ ആ ഒരു പ്രദേശമാണ് ആ കാണുന്നത്. ഈ ഒരു സമയത്ത് മൺസൂണിലെ ഈ ഒരു കാലാവസ്ഥയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ കാട്ടിനുള്ളിലൂടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്താ പറയേണ്ടത്, നല്ല പച്ചപ്പൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിലൂടെ പറയുമ്പോഴല്ല, നമ്മൾ കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ കാണുന്നതാണേ നമ്മൾ പറഞ്ഞ ആ ഒരു ഷെഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ വനയാത്രകളൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള സമയങ്ങളിൽ തന്നെ യാത്ര ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കാടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന വഴിയിൽ കൂടെയാണ് നമ്മൾ വന്നത്. അവിടെ കാട്ടാനയുടെ പിണ്ടവും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഞാനത് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് 2 വഴികളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വലത്തെ സൈഡിൽ കൂടെയുള്ള വഴിയാണ് നമ്മൾ ആമല എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ കാണുന്ന വഴി, അതായത് കണ്ട ഇതിലെ നമ്മളൊരു 3 കിലോമീറ്ററോളം 3-3.5 കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആമല എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമത്തിലേക്ക് എത്താൻ പറ്റും. നമ്മൾ കോട്ടൂർ വഴി ആമലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വനത്തിലൂടെ ആമലയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു മാർഗ്ഗമുള്ള ഒരു വഴി മാർഗ്ഗമാണ് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത്. അല്ലാതെ ഈ കാണുന്ന മുമ്പിലൂടെ കിടക്കുന്ന വഴി, മറ്റേ വഴി ആ സൈഡിൽ കൂടെയാണ്, ഈ വഴി ഇവിടെ കൂടെ കിടക്കുന്ന ഈ ഒരു വഴി. അപ്പോൾ ഇത് എല്ലാ വർഷവും വനം വകുപ്പ് തെളിച്ചൊക്കെ ഇടുന്ന വഴിയാണ്. എനിക്ക് വേറൊന്നുമില്ല, ഈ കാട്ടാനകൾ അങ്ങനെ ഒരു വിഷയം മാത്രമാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചങ്ങ് മുന്നിലേക്ക് നടന്നു നോക്കാം. നമുക്ക് മാക്സിമം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാം. ഇതിലെ ഒരു 3-3.5 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 കാൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള നമ്മുടെ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും. നമ്മൾ അന്ന് കാട്ടിനുള്ളിലൂടെ പോയത് അണകാല് വഴിയാണ് പോയത്. ഇത് എറുമ്പിയാട് വഴി 1000 കാലിലേക്ക് പോകാൻ പറ്റുന്നൊരു വഴി, മീൻമുട്ടി വെള്ളച്ചാട്ടം അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നൊരു വഴിയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അത്രത്തോളം ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ മാക്സിമം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വർണം വെട്ടി ആ ഒരു കുഴി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ സ്വർണം കൊള്ള നടന്നൊരു സ്ഥലം. അപ്പോൾ ആ ഒരു കുഴി നിങ്ങളെ കാണിച്ചു തരാതിരിക്കുന്ന മോശമാണ്. അതാണ് നമ്മുടെ വീഡിയോയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു സ്വർണം വെട്ടിയ കുഴിയും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാം. അങ്ങനെ ആമലയിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും ഈ കാണുന്ന തൊട്ട് സൈഡിലാണ് ഈ ഒരു സ്വർണം വെട്ടിയ കുഴി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും മുന്നോട്ട് പോയി നോക്കാം. എന്താണ് സംഭവങ്ങളൊന്നും അറിയത്തില്ല. ഓക്കെ, ഈ കാട്ടിനുള്ളിലൂടെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ കാണാൻ പറ്റും. ഈ ഉൾക്കാട് കാണുമ്പം നമ്മൾ വിചാരിക്കും ഇത് സാധാ ഒരു കാടായിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തോട്ട് കയറി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള സെറ്റപ്പുകൾ എന്തൊക്കെയാണെന്ന്. ഇവിടെയൊക്കെ അതിൻ്റെ കുറേ അവശിഷ്ടങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ, തിളക്കം കണ്ടോ, ഇതൊക്കെ മറ്റേ അബ്ബുരം അങ്ങനത്തെ സംഭവങ്ങളാണ് കണ്ടോ, തിളക്കം കണ്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെയ്തൊരു
സംഭവമാണ് കേട്ടോ. ഈ വനം വകുപ്പൊന്നും പ്രാബല്യത്തിലുണ്ടായിരുന്നു, പക്ഷേ അന്ന് ഈ വനം കൊള്ളയൊക്കെ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇനി ഞാൻ ഇവിടുത്തെ കുഴി കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ഇങ്ങനെ അഭ്രങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതാ ഈ ഒരു കാട്ടിനുള്ളിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആ ഒരു സ്വർണം വെട്ടിയ കുഴി ഇരിക്കുന്നത്. ഇതാ ഇത് കണ്ടോ, കാണിച്ചു തരാം. ഇതാ അകത്തേക്ക് ഉണ്ട്. അതാ ഈ കാണുന്ന കുഴിയുണ്ടല്ലോ, ഇതാ ഇവിടെയാണ് പ്രധാനമായിട്ടുള്ള ഇവരുടെ പരിപാടി നടന്ന സ്ഥലം. അപ്പോൾ കണ്ടോ, ഇത് അങ്ങനെ എന്തോ വെട്ടി വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ വെട്ടി ഇതാ ഈ കാണുന്ന ഭാഗത്ത് ഒരുപാട് ആഴമുണ്ട്. ഏകദേശം ഒരു 10-20 അടിയോളം ആഴത്തിനാണ് ഇത് വെട്ടിയിരിക്കുന്നത്. പിന്നെ ഗുഹ പോലെ അതിനകത്തൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാലിനെ കുളയട്ട കടിച്ച് ഒരു പരുവാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തിൻ്റെ ഇങ്ങോട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് കേട്ടോ വലിയൊരു കുഴി. നമ്മുടെ ക്യാമറയിൽ ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കിനി മുകളിലേക്കൊക്കെ പോയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഈ പണ്ട് ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഒരുപാട് ഇങ്ങനെ ഇത് വെള്ളമൊക്കെ വന്ന് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ഒരുപാട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. വേസ്റ്റൊക്കെ വന്ന് വീണിട്ട് ആദ്യം ഇതിനെക്കാട്ടി താഴ്ച ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നി. ആ സൈഡിലൊക്കെ അന്ന് കഴിഞ്ഞ വർഷമൊക്കെ വരുമ്പോൾ അവിടെ അങ്ങോട്ടൊക്കെ വേറെ ഗുഹ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത്രയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഈ കാടും കാണ്ടാമലയും മൊത്തം ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇത് അവിടെ ഒരു കുഴിയുണ്ട്, ഇതിങ്ങനെ വെട്ടിപ്പോയതിൻ്റെ കൂടുതൽ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെ ഒരു കുഴിയുണ്ട്, ഇതാ കണ്ട, ഇത് കണ്ട, ഇതൊരു വലിയൊരു കുഴിയാണ്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു വെട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടോയെന്ന് നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം ആയിട്ടുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അതിനകത്ത് നിൽക്കുന്ന പാലമരങ്ങളും അതിനകത്ത് നിൽക്കുന്ന ഓരോ മരങ്ങളും തന്നെ ഒരുപാട് ഇങ്ങനെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ ഇതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം ഇവിടെ ചെയ്തതെന്ന്. ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ട, ഇവിടെ കുറേ ഇങ്ങനെ സ്വർണത്തിൻ്റെ അംശമല്ല, ഇത് മറ്റേ അഭ്രം എന്നൊക്കെ പറയണം, കണ്ണാടി പോലെ ഇങ്ങനെ തിളങ്ങുന്ന കുറേ സംഭവങ്ങൾ ഇങ്ങനെ പുറത്ത് കിടപ്പുണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു കുഴിയാണ് കേട്ടോ ഈ ഭാഗത്ത്, ഒന്നും പറയണ്ട, വല്ലാത്തൊരു അത്ഭുതമാണ് ഇതൊക്കെ. അങ്ങനെ ഈ ഒരു ഉൾക്കാട്ടിനകത്തുള്ള സ്വർണം വെട്ടിയ കുഴി നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അധികമൊന്നുമില്ല, നമ്മൾ പറഞ്ഞ അത്രയും മാത്രമാണുള്ളത്. പുറത്തൊക്കെ കുറേ അവശിഷ്ടങ്ങളും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കിനി കുറച്ചും കൂടെ അങ്ങ് താഴോട്ടൊക്കെ പോകാം. ഉണ്ടോ ഒരുപാട് ഇങ്ങനെ, പക്ഷേ ആ കുഴിക്കകത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കയറി വരാനൊന്നും പറ്റത്തില്ല, അകത്ത് വീണ് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ആഴം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു കുഴിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഈ വനം വകുപ്പെന്നും കൃത്യമായിട്ട് പറഞ്ഞാൽ വനം വകുപ്പൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ വനത്തിനകത്ത് ഒരുപാട് ഇങ്ങനെ വനം കൊള്ളയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈട്ടിക്കടത്തൽ, അതുപോലെ തന്നെ ഇതുപോലുള്ള സ്വർണം വെട്ടിയെടുക്കൽ. അപ്പോൾ അന്ന് ഇത്തരം സംഭവങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എല്ലാ ഏരിയകളിലും വനം വകുപ്പിൻ്റെ ഓഫീസുകളില്ല, അതുപോലെ തന്നെ ഇന്നുപോലെ ബീറ്റ് സെക്ഷനും അങ്ങനെയൊന്നുമില്ല. അന്നൊക്കെ ഈ വന്യജീവി സങ്കേതവും അതൊക്കെ നിലവിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഇങ്ങനെ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വനത്തിനകത്തൊക്കെ തന്നെ കിടന്നിട്ടുള്ള ഒരുപാട് ഈട്ടികളും തേക്കുകളും ഒക്കെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്തുള്ളവരല്ല കടത്തിയത്, പുറത്തുനിന്നൊക്കെ വരുന്നവർ വന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു സ്വർണ്ണ വെട്ടലും ഈ സ്വർണ്ണ വേട്ടയും കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷേ ഇവിടെയുള്ള ആരെങ്കിലും ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെയുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയേനെ എന്നുള്ളതാണ് വലിയൊരു സത്യം. പക്ഷെ അങ്ങനെ ആരും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കേട്ടറിവുകളെന്ന് പറയുന്നത്. അങ്ങനെ ഈ വനത്തിനകത്തുള്ള ഒട്ടുമിക്ക സാധനങ്ങളും, അതായത് വിലപിടിപ്പുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വിളയിലൊക്കെ തന്നെ പോയി നോക്കിയാൽ വലിയ മറ്റേ ഈട്ടിയുടെയൊക്കെ കുറ്റികൾ, ഉണക്കക്കുറ്റികൾ, ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള ഈട്ടിയുടെ കുറ്റികളൊക്കെ ഒരുപാട് കാണാൻ പറ്റും. നമ്മുടെ ആ സൈഡിലൊന്നും വനത്തിനകത്തുനിന്ന് ഈട്ടികളൊന്നുമില്ല, പക്ഷേ വനത്തിനകത്ത് ഈട്ടിയുടെ ഉണക്ക കുറ്റികൾ കാണാൻ പറ്റും. അത് ഈ പണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ്. അപ്പം ചെറിയ ചെറിയ ഈട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരുപാട് വനം കൊള്ളയൊക്കെ നമ്മുടെ നാട്ടിലും പണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ വനം വകുപ്പൊക്കെ നല്ല സ്ട്രിക്റ്റായിട്ടും അതുപോലെ തന്നെ അവരെല്ലാ കാര്യങ്ങളും വനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഈ കള്ളക്കടത്തായാലും അല്ലെങ്കിൽ തടികടത്തായാലും സ്വർണം വെട്ടായാലും സ്വർണ്ണ വേട്ടയായാലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ ഒരു മാഫിയകൾക്കൊക്കെ.
അപ്പോൾ അതിനെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വനം വകുപ്പിൻ്റെ അടുത്തൊക്കെ ഒരുപാട് നന്ദി പറയണം. കാരണം അല്ലെങ്കിൽ ഈ വനം വകുപ്പിൽ നിന്ന് ഇത്ര സ്ട്രിക്റ്റായിട്ട് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വനത്തിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പശ്ചിമഘട്ടം കേരളത്തിലായാലും കർണാടകയിലായാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഈ കാണുന്ന വനങ്ങളിലൊക്കെയുള്ള മൂല്യമുള്ള തടി വിഭവങ്ങൾ, അതുപോലെ സ്വർണ്ണങ്ങൾ, പിന്നെ വനത്തിനകത്തുനിന്ന് കിട്ടുന്ന എന്ത് മൂല്യമുള്ള സാധനങ്ങളായാലും കള്ളക്കടത്ത് ചെയ്തേനെ. അതുപോലെ മരങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കാട്ടിലെ ഓരോ മരങ്ങളും കച്ചവടത്തിന് വേണ്ടി പോയേനെ. അങ്ങനെ കച്ചവടത്തിന് വേണ്ടിയിട്ട് കാട്ടിനുള്ളിൽ കിടക്കുന്ന മരങ്ങളൊക്കെ പോകുന്നത് വഴി നമുക്ക് വനത്തിനുള്ളിൽ തന്നെ ജലക്ഷാമം ഉണ്ടാവും. അതുപോലെ വനത്തിനുള്ളിലെ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റുന്നത് വഴി നല്ല പുഴകളിൽ നല്ല വെള്ളം കാണത്തില്ല, ഡാമുകളിൽ അത് സംഭരിച്ച് വയ്ക്കാനുള്ള ശേഷി കാണത്തില്ല. അങ്ങനെ വരുമ്പം ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ ജലക്ഷാമം ഒക്കെ നേരിടുന്നതിനെക്കാട്ടിലുപരി അതിലുപരി നമ്മൾ ജലത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് അലയേണ്ട ഒരു സാഹചര്യം ഉണ്ടായേനെ. അപ്പോൾ അതിന് ഞാൻ എന്താണ് പറയേണ്ടത്, ഇന്ത്യൻ വനം വകുപ്പ്, അതായത് വനം വകുപ്പിന്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ വനം വകുപ്പിനെല്ലാം നമ്മളൊരു വലിയൊരു നന്ദി പറയുക. മറ്റുള്ള കാര്യങ്ങളിൽ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ വനത്തിനും അതുപോലെ വനത്തിനുള്ളിൽ താമസിക്കുന്നവർക്കൊക്കെ നിയമങ്ങളൊക്കെ ശക്തമായിട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നും നമ്മുടെ കാടുകളും വനത്തിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരും ഇന്നും നല്ലതുപോലെ കഴിഞ്ഞു പോകുന്നത് മറ്റുള്ള അതിക്രമണങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ അതിനെല്ലാം ഓർഡിനൻസും അതുപോലെ തന്നെ പുതിയ നിയമ സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ടുള്ള എല്ലാവർക്കും വലിയൊരു നന്ദി നമ്മൾ ഇതോടൊപ്പം അറിയിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന മരങ്ങളും ഈ കാടുകളൊന്നും ഒന്നും കാണത്തില്ലായിരുന്നു. ഇതെല്ലാം മുറിച്ച് കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ പോകുന്നത് മൂലം വനത്തിന് നല്ല മഴ ലഭിക്കത്തില്ല, അതുപോലെ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടത്തില്ല, വരൾച്ച ഉണ്ടാകുന്നത് മൂലം തന്നെ ഡാമുകളിൽ നല്ല വെള്ളം ശേഖരിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വനം നശിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകും. അപ്പം എല്ലാവരും വനം മാക്സിമം സംരക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് ആരും തന്നെ ഈ ഒരു സ്ഥലത്തിന് അങ്ങനെ ശ്രദ്ധിക്കത്തില്ല കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു സ്വർണ്ണവേട്ടയും ഈ സ്വർണം വെട്ടിയ കുഴിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ മാക്സിമം കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ടൊക്കെ കണ്ടോ, അങ്ങോട്ടാണ് നമ്മുടെ അഗസ്ത്യാർകൂടമൊക്കെ ഉള്ളത്. അങ്ങോട്ട് തമിഴ്നാടും ആ ഭാഗങ്ങളൊക്കെയാണ്. ഇങ്ങനെ മഞ്ഞും ഒക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ വരികയാണ് കേട്ടോ. ആ ഭാഗത്തുണ്ട്, അത് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പ് ഭാഗത്താണ് ആ മഞ്ഞൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടുത്തെ ഇങ്ങനത്തെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. താഴെ നിന്ന് നമ്മൾ കുറച്ച് മുകളിലേക്ക് ഇങ്ങ് കയറി വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കാഴ്ചകളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് മുമ്പിൽ കാണുന്ന പാറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാരിക്കെട്ട് വ്യൂ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പതിയെ നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് നടക്കേണ്ടതായിട്ടുണ്ട്, അതുപോലെ വീട്ടിലെത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സമയം 3 മണിയാണ്. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്ന ദിവസം, ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 6-ാം തീയതിയാണ് കേട്ടോ, ജൂൺ 6-നാണേ. അങ്ങൊരു യു പോലൊരു ഭാഗം കാണുന്നുണ്ടോ, അതാണ് കേട്ടോ അഗസ്ത്യാർകൂടം. അപ്പോൾ ക്യാമറ ഹീറ്റ് അടിച്ചപ്പം ഇതാണ്ട ഞാൻ ഇരുന്നതെന്ന് പറയുന്നത്, അത് ആന വന്ന ആ ഒരു സ്ഥലത്താണ് ഇവിടെ വന്നിരുന്നത്. കുറച്ച് സമയം ഇരുന്ന് അങ്ങനെ ക്യാമറയുടെ ചൂടൊക്കെ മാറ്റിയിട്ട് അങ്ങനെ നമ്മൾ എണീച്ച് നിന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ പൊത്തോടെന്ന് പറയുന്ന എൻ്റെ ഊരിൽ നിന്നും വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്ത് എറുമ്പിയാട് പ്ലാത്ത് എന്ന് പറയുന്ന ഊരുകളിലൂടെ വന്നിട്ട് നമ്മൾ ആനക്കുഴി വല്യ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടുത്തെ സ്വർണം വെട്ടിയ കുഴിയും അതുപോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ആനക്കുഴി വല്യ എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് പിറകിൽ കണ്ട ഈ കാണുന്നതൊക്കെ ആനപ്പിണ്ടങ്ങളാണ്. അപ്പോൾ അതുമല്ല, ആനപ്പിണ്ടങ്ങളും അതുപോലെ ആനകൾ ഏറ്റവും കൂടുതൽ വന്ന് നിൽക്കുന്നൊരു സ്ഥലം കൂടിയാണ് ആനക്കുഴി വല്യ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഇത്തരത്തിലുള്ളൊരു പേര് വന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇന്ന് അത്യാവശ്യം വേനലൊക്കെ അടിച്ചിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ പണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനം വകുപ്പൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അന്ന് ഈ വനത്തിലെ നിയമങ്ങളൊന്നും സ്ട്രിക്റ്റ് അല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നോക്കാനും പെറുക്കാനും ഒന്നും ആരും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ ഒരു വനത്തിൽ വന്നിട്ട് ഈ ഒരു വലിയ രീതിയിലുള്ളൊരു സ്വർണ്ണ കൊള്ള അല്ലെങ്കിൽ സ്വർണ്ണവേട്ട നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഉള്ള ഒരു വനത്തിലും ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ കള്ളക്കടത്തൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഘങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് വനത്തിൽ നിന്നും കയറി ഇതുപോലുള്ള അതിക്രമണങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും അറിയും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ എന്തായാലും ആനക്കുഴി വല്യയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ എൻ്റെ വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അങ്ങനെ നമ്മൾ ആനക്കുഴി വല്യ എന്ന് പറയുന്ന ഈ ഒരു ഉൾവനത്തിനകത്ത് വെച്ചിട്ട് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത നല്ല വീഡിയോസുമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ഉറപ്പായിട്ട്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ഇടണം. കാരണം ഞാൻ ഓരോരുത്തരുടെ കമൻറ്റ് കൃത്യമായിട്ട് വായിച്ച്
അതിനുള്ള റിപ്ലൈ കൊടുക്കും. പിന്നെ ഈ ഇടയ്ക്ക് ചില തെറിയും കാര്യങ്ങളൊക്കെ വരും, അതൊന്നും പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. നല്ല കമൻറ്റുകൾ മാത്രം അംഗീകരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതിനുള്ള റിപ്ലൈ ഞാൻ തിരിച്ചു കൊടുക്കും. അപ്പം എന്തായാലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത് മറ്റേതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ യാത്രകളുടെ വീഡിയോസും അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളുടെ വീഡിയോസും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കണ്ടൻറ്റുകളുടെ വീഡിയോസ് എല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെ.